ഇതിനുള്ള മറുപടി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ തുടക്കത്തിൽ ശ്രീ സെനാപതി വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പല ആവർത്തി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇത് വിസ്മരിക്കാൻ കഴിയുന്നതല്ലാത്തത് കൊണ്ടാണ് ഈ പാടെ നിരോധിക്കും അല്ലെങ്കിൽ അങ്ങനെയൊരു നടപടിയിലേക്ക് എത്തുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി എല്ലാം ശരിയാക്കാം എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് ഒന്നാം പിണറായി സർക്കാർ മുതൽ അധികാരത്തിലേറിയത്. എന്നിട്ട് ഇത്രയധികം മാറ്റങ്ങൾ മദ്യനയത്തിൽ ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വരുന്ന പുതിയ ആരോപണം അത് പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? മദ്യവർജനവും മദ്യനിരോധനവും രണ്ടാണ്. ഞങ്ങൾ മദ്യനിരോധനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, മദ്യവർജനമാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട സേനാപതി വേണു പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അനുവിന്റെ ചോദ്യത്തിലേക്ക് വരുന്നു. സേനാപതി വേണു പറഞ്ഞത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് ശ്രീ മാണി സാറിനെതിരെയാണ്. ഒരു ബാറിന് അന്ന് 700 ചില്ലാനം ബാറുണ്ട്, 1 കോടി രൂപ വെച്ച് 700 കോടി രൂപ എന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് കുറെ പൈസ കൊടുക്കുകയും വീട്ടിൽ മിഷൻ ഉണ്ടായിരുന്നു അത് വെച്ച് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാവുകയും അതായിരുന്നില്ല മാണി സാറിനെതിരെ ആ ആരോപണം പുറത്തുവിടാനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. മാണി സാർ ഒരു MP ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും അന്ന് ചെയർമാൻമാരായിരുന്നു. അത് കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞാണ്. മാണി സാർ ഉൾപ്പെടെ MLA-മാരെന്ന് UDF നിന്ന് മാറി LDF വരുന്നു, മന്ത്രിസഭ മറിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ബോധ്യം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. അങ്ങനെ വന്നപ്പോൾ മാണി സാർ പോകാതിരിക്കാൻ ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് അതിനുശേഷം മാണി സാർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ കോൺഗ്രസിലെ പ്രമുഖനാണ് ഇത് ചെയ്തത്. അങ്ങനെ ആരോപണം പുറത്തു വരികയും മാണി സാർ ഒരിക്കലും മുന്നണി വിട്ടു വന്നാൽ LDF എടുക്കരുത്, അതായിരുന്നു ആ മന്ത്രിസഭ എന്ന് പൊളിയുമായിരുന്നു. വളരെ കോൺഫിഡൻഷ്യലായിട്ട് ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ. അതിലൊരാൾ ഇപ്പോൾ MP-യുമാണ്, ഞാൻ പേര് പറയുന്നു. അപ്പോൾ ആ ഒരു മന്ത്രിസഭ അറിയാതിരിക്കാൻ മാണി സാർ പോകാതിരിക്കാനും അന്നത്തെ കേവല ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നത്. രണ്ട്, മാണി സാർ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നപ്പോൾ അതിനന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഒരു കാര്യം തീരുമാനിച്ചെന്താ, ഇനി ബാറുകളെല്ലാം നിരോധിക്കുക, ബാറുകളെല്ലാം എല്ലാ ലൈസൻസും ക്യാൻസൽ ചെയ്യുക. അതവിടെ നിൽക്കട്ടെ, അതൊരു കാര്യം. പിന്നെ 1996 കേരളത്തിൽ ചാരായം നിരോധിക്കുന്നത്. അത് ആന്റണി ആയിരുന്നു. 96 തെരഞ്ഞെടുപ്പിൽ തന്നെ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. ആന്റണി അത് കുറച്ചു നാളെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. 2003 ഡ്രൈ ഡേ പ്രഖ്യാപിക്കുന്നത്. അതും ശ്രീ AK ആന്റണി ആയിരുന്നു. ഡ്രൈ ഡേ എന്ന് പറയുന്നത് സേനാപതി വേണു പറഞ്ഞവരല്ല, എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി, പിന്നെ 4 ദിവസമേ ഉള്ളൂ. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ജനിച്ച് മരിച്ച ദിവസം, ഇത്രയുമാണ് ഡ്രൈ ഡേ. അത് ഈ 4 ദിവസം പണ്ടും അവധിയായിരുന്നു. അഡീഷണൽ ആയിട്ട് 12 ദിവസമേ വന്നുള്ളൂ. 12 ഇംഗ്ലീഷ് മാസങ്ങളിൽ 1-ാം തീയതി ഡ്രൈ ഡേ അങ്ങനെ വരും. ഈ ഡ്രൈ ഡേ അത് രണ്ടും കേരളം കണ്ട മുഖ്യമന്ത്രി വെച്ച് കോൺഗ്രസിന് നല്ല മുഖ്യമന്ത്രിയാരായിരുന്നു കരുണാകരൻ, ഉമ്മൻചാണ്ടിക്കാരനും എനിക്കെതിരൊന്നുമില്ല. പക്ഷേ കേരളം കണ്ട മുഖ്യമന്ത്രികൾ വെച്ച് ഏറ്റവും തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ആന്റണി. ഈ രണ്ട് കാര്യം, കേരളത്തിലെ അബ്കാരി കോൺട്രാക്ടർമാര് ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ട് മാറിയത് ആന്റണിയുടെ ചാരായ നിരോധനത്തിന് ശേഷം. അന്ന് എന്റെ താലൂക്കിൽ തന്നെ കരുനാഗപ്പള്ളി താലൂക്കിൽ ഒരു ബാറാവുണ്ട്. അന്ന് ബാർ മുതലാളി തന്നെ പറയുമായിരുന്നു നഷ്ടമാണ്, നടത്തി കഴിയും 10-15 ഒരു ദിവസം കച്ചവടം നടത്തുന്നത്. ചാരായ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ 1 ലക്ഷം, 1.5 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം വരെ കച്ചവടം നടക്കുന്ന ബാറുകളുണ്ടായി. കാര്യം പാവപ്പെട്ടവരെല്ലാം ബാറിലേക്ക് പോയി തുടങ്ങി. അതായിരുന്നു ഏറ്റവും തെറ്റായ ഒരു നിയമം, ചാരായ നിരോധനം. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം കഴിഞ്ഞ ഗവൺമെന്റ് UDF ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ശ്രീ MM ഹസൻ അബ്കാരി ഉപസമിതിയുടെ കൺവീനർ ആയിരുന്നു. ഞാൻ അതിൽ തങ്ങമായിരുന്നു, ആലോചനകളൊക്കെ തങ്ങമായിരുന്നു. അപ്പൊ അന്ന് ഒരു പോളിസി ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു വിവാഹം കഴിയുമ്പോഴതിന് മുമ്പ് തന്നെ കുഞ്ഞിന്റെ ജാതകം എഴുതിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഒരു കാര്യം തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ നയപരമായ കാര്യങ്ങൾ ആദ്യം LDF തീരുമാനിക്കുകയും അതിനുശേഷം അത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ക്യാബിനറ്റ് തീരുമാനിക്കുകയും ചെയ്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇവിടെ ഇടതുപക്ഷ മുന്നണിയിൽ ഈ 2021 വന്ന ഇടതുപക്ഷ മുന്നണിയിൽ ഇങ്ങനെ ഒരു മദ്യനയത്തെ കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകും. അത് LDF ചർച്ച ചെയ്യണം. ഈ ഒരു വിഷയം താങ്കൾ ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ LDF എന്തായാലും ഈ ഒരു വിഷയം പരിഗണിച്ചിട്ടില്ല. ശരി, അതിനു മുമ്പ് ഘടകകക്ഷികളെ സ്വാധീനിക്കാനുള്ള നീക്കമാണോ ഇതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. ഇല്ല, ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പുതിയ മദ്യനയം കൊണ്ടുവരും, ഞങ്ങൾ മദ്യനയം ആവിഷ്കരിക്കുമെന്ന് 2021 ഇലക്ഷൻ മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മദ്യവർജനം. മദ്യ നിരോധനമല്ല, മദ്യവർജനം. മദ്യം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ളതാണ്. അത് ഇടതുമുന്നണി ചർച്ച ചെയ്യണം, ക്യാബിനറ്റിൽ വരണം. പാർട്ടി ചെറുതോ വലുതോ എന്തോ ആയിരുന്നു LDF ചർച്ച ചെയ്യും. പാർട്ടിയുടെ സ്വീകാര്യത വലിപ്പച്ചെറുപ്പോട് നോക്കാറില്ല. കൊച്ചു പാർട്ടി, MLA ഇല്ലാത്ത പാർട്ടികൾ പോലും LDFിലുണ്ട്. അവർ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിനു ശേഷം ക്യാബിനറ്റിൽ വന്ന് അംഗീകരിക്കും.
ഇത് LDF ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റ് അംഗീകരിച്ചില്ല, പത്രങ്ങളിൽ കുറെ വാർത്ത വരുന്നു, പുതിയ നയം വരുന്നു, സമയം മാറ്റുന്നു. പിന്നെ IT പാർക്കുകളിൽ മദ്യം കൊടുക്കണം എന്നുള്ള കേരളത്തിൽ മാത്രമല്ല, ഇവിടെ PR-ന്റെ പാർട്ടി ആയിരുന്നല്ലോ കർണാടകത്തിൽ ഭരിച്ച ഇതുവരെ. അവിടെ IT പാർക്കിലെല്ലാം ഈ മദ്യം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൂറിസ്റ്റ് സെന്ററിൽ മദ്യം അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോ, ഞാൻ നിരവധി വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. 25 കോടി മുസ്ലിങ്ങളാണ്, 3 കോടി ക്രിസ്ത്യാനികൾ, 50 ലക്ഷമുള്ള ഹിന്ദുക്കൾ. അവിടെ ബാലി എന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വഴുതുകളെ മദ്യഷാപ്പുകളുണ്ട്. എന്തിനാ കൊടുത്തേക്കുന്നത്? ടൂറിസ്റ്റുകളെ അവിടെ വന്ന് യഥേഷ്ടം അവർക്ക് മദ്യവും മറ്റു കാര്യങ്ങളും കഴിക്കാനാണ്. തായ്ലാൻഡിൽ ചെന്നാൽ ബീച്ച് തോറുമ്പോൾ കപ്പലണ്ടി കടയായിട്ട് പിള്ളേർ അടക്കം പോലെ പെട്ടിക്കകത്ത് മദ്യമായിട്ട് അടക്കുക. ഞാൻ ചോദിച്ചാൽ എന്താ ഇവിടെ ഇങ്ങനെ ഗവൺമെന്റ് ലൈസൻസ് കൊടുത്തേക്കാണ്? അപ്പൊ ടൂറിസ്റ്റ് സെന്ററുകളിൽ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരാത്തതിന്റെ ഒരു അന്ന് നമുക്കറിയാം, ഈ മദ്യം നിരോധിച്ചപ്പോൾ അന്ന് ഇവിടുത്തെ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാണ് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന് നഷ്ടമുണ്ടായത്. കാര്യം മറ്റ് ടൂറിസ്റ്റുകൾ ഇവിടെ വരാതിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ വലിയ വലിയ ഹോട്ടലുകൾ വെച്ചിരുന്ന പരിപാടികൾ ക്യാൻസൽ ചെയ്തു. വളരെ കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടായി. അത് KM മാണി ഒതുക്കാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ ഫലമായിരുന്നു ആ ബാർക്കോഴ കേസ്. അത് ഇടതുപക്ഷം കൊണ്ടുവന്നതല്ല, അത് മാണി സാറിനെതിരെ ഉമ്മൻചാണ്ടിയും VM സുധീരനും സമരവും നിയമസഭാ കയ്യാങ്കളിയും ഒക്കെ ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അല്ല, അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. സെക്രട്ടേറിയറ്റ് വളരെ സോളാറുമായി ബന്ധപ്പെട്ട സമരമില്ല, അത് ആ സമരം അല്ലല്ലോ, അത് നടന്നതല്ലല്ലോ ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഇത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അതിലൊന്ന് ഡ്രൈ ഡേ, ഒരു വർഷത്തിൽ 12 ദിവസമാണ് ആ രീതിയിൽ വരുന്നത്. ആ 12 ഡ്രൈഡ്, ബാക്കി 4 ഡ്രൈഡ് അതിൽ വരുന്നതാണ് നേരത്തെ ഉള്ള. ആ 12 ഡ്രൈഡുകൾ പിന്മാറ്റണമെന്ന് പലരും ആവശ്യപ്പെടുന്നതാണ്. അത് UDF-ന്റെ കാലത്തും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ആന്റണിയാണ് അത് കൊണ്ടുവന്നെങ്കിലും അത് മാറ്റണമെന്ന് ഉമ്മൻചാണ്ടിയുടെ സമയത്തും ആ പോളിസി എന്റെ ഇരിപ്പുണ്ട്. ഞങ്ങൾ തയ്യാറാക്കിയതാണ് ആ പോളിസി, എന്റെ ഇരിപ്പുണ്ട്, ഞാൻ തയ്യാറാക്കിയ പോളിസി. അന്നും പറഞ്ഞാണ് ഈ ഡ്രൈ ഡേ മാറ്റണം. കാരണം ഡ്രൈ ഡേ കൊണ്ട് നഷ്ടമാണ് ഗവൺമെന്റ് മാത്രമല്ല, തൊട്ട് പിന്നാലെ ശബ്ദരേഖ കൂടി വന്നുകൊണ്ടാണ് ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായത്.